അവൾക്ക് ഞങ്ങൾ വന്നത് എക്സൈറ്റ്മെന്റ് അല്ല, അയ്യോ അച്ഛൻ പിന്നെ വന്നു, കുണ്ടി അച്ഛൻ എക്സൈറ്റ്മെന്റ് പാളി. ചൊത്തന ഹാപ്പി ആയോ? നാളെ സ്കൂളിൽ പോണ്ടേ? അതാണ് ഒരു സങ്കടം. നോക്കി. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമാണ്. പാവക്കുട്ടീനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ദിവസമാണ്. അവൾ പോയിട്ട് ഏകദേശം ഒരാഴ്ചയായി. എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് ആണോ? വെരി മച്ച് എക്സൈറ്റഡ്. എങ്ങനെയാണ് ഇവരുടെ മീറ്റിംഗ് ഒന്ന് കാണണമെന്നുണ്ട്. വീടിന് ഉറങ്ങിയ പോലെ. 10 മണി വരെ നിൽക്കില്ല, ഞങ്ങൾ നേരത്തെ തന്നെ വരും. ഞങ്ങൾ ഇറങ്ങാണ്. ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനത്തെ ഞങ്ങളിത് അവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടിയെ കാണണം ത്രില്ലായിട്ട് ഇരിക്കുകയാണ്. ഒരാഴ്ചയായിട്ട് അതിനെ കണ്ടിട്ടില്ല. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരിക്കും അവളുടെ റിയാക്ഷൻ? അടുത്തേക്ക് വരുമോ അതോ തിരിഞ്ഞു ഓടുവോ? ആ ഉടുപ്പൊക്കെ ഇല്ലേ? അപ്പിടായിരുന്നോ? എന്തിനാ ദേഷ്യപ്പെട്ട് നിൽക്കുന്നു, പിണങ്ങി നിൽക്കുന്നു? പറ. അയ്യോടാ, സ്കൂളിൽ പോണ്ടേ? അതിന് പോരാൻ ഇഷ്ടല്ല. നമ്മള് വന്നു കഴിഞ്ഞാ പിന്നെ സ്കൂളിൽ പോവാ, തിരക്കായി, ഈ പരിപാടി ഇഷ്ടപ്പെടുന്നില്ലേ? ആ കേക്കുന്നുണ്ട്. അവൾക്ക് ഇവിടെ ആകുമ്പോ നല്ല കളി എൻജോയ്മെന്റ് ആണല്ലോ. എവിടെ കാണാനില്ല? അയ്യോ അവൾക്ക് ഞങ്ങൾ വന്നത് എക്സൈറ്റ്മെന്റ് അല്ല, അയ്യോ അച്ഛൻ പിന്നെ വന്നു, കുണ്ടി അച്ഛൻ. ആ അവളെ സ്കൂളിലേക്ക് കൊണ്ടാക്കുമല്ലോ, അവൾക്ക് ഇഷ്ടമല്ല സ്കൂളിൽ പോണതേ. അയ്യോ എക്സൈറ്റ്മെന്റ് പാളി. എക്സൈറ്റ്മെന്റ് ശരിക്കും പാളി ഗൈസ്. കുട്ടിക്ക് ഞങ്ങൾ വന്നത് എക്സൈറ്റ്മെന്റ് അല്ല, എന്തിനാ വന്നേന്നാ ചോദിക്കണേ. ചമ്മി പോയില്ലേ? കുട്ടി കാണുമ്പോ ഓടി വരും, വന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ കരുതിയത്. ഇതൊക്കെ എവിടുന്ന് ഒപ്പിച്ച്? ഡോക്ടറെ ഇത് ഒപ്പിച്ചിട്ട് പോന്നാ? കണ്ണട നോക്കാൻ പോയിട്ട് എന്നാ കുട്ടിയുടെ കണ്ണട വരിക? എപ്പോ വരുവോ? വെനസ്ഡേ വരുവോ? കിട്ടിയാ? ബ്രഷ്, ക്ലീനറ്. നാളെ ചൊത്തിന് സ്കൂളിൽ പോണല്ലോ. ചണ്ടിയാ? സ്കൂളാണോ ചണ്ടിയിലെ? 3-4 ദിവസം ഉണ്ടാവും ലീവ്. ഓ 5 അതൊക്കെ അറിഞ്ഞത്. 5 ദിവസം ലീവ് അതാരാ പറഞ്ഞ? അതെയാ, അതറിയില്ല. 5 ദിവസം ലീവ് ഉണ്ടോ പൊങ്കലിന്? 3 ദിവസം ഉണ്ടാവോ? അതറിയാം. ഇതെന്തിനാ ഫൈറ്റ്? ബെഡ്മെന്ന് വീഴേ? എന്താ പാവ ട്രെയിനിൽ നിന്നൊക്കെ വീണ? അമ്മ വീണു. അമ്മ വീണില്ല, നാളെ വീടും. കാണാൻ വരാൻ മോളിക്ക്. അമ്മു, ഇയാള് ട്രെയിനിൽ നിന്ന് വീണത് സ്വപ്നം കണ്ടത്ര? ഇതെന്താ? ഇങ്ങോട്ട് തിരിഞ്ഞെന്നാ? മാറ്റിപ്പോ എലാസ്റ്റിക് ആക്കിട്ട് എലാസ്റ്റിക് ഭയങ്കര ടൈറ്റ്. തരേ അച്ഛന് വേറെ ഫോണില്ലാത്തോണ്ടല്ലേ അച്ഛന് തരാത്ത? അച്ഛൻ പുതിയ ഫോൺ വാങ്ങിയിട്ട് അച്ഛനും തരാം. ഓക്കെ ആണോ? അത് പോരെ? അപ്പൊ അച്ഛന് പിന്നെ ഏത് ഫോണായിട്ട് തരിക? പറഞ്ഞ അച്ഛന് ഫോണില്ലല്ലോ. വേറെ വാങ്ങിച്ചു തരുമോ?
ഇതെന്താണ് ഇതെന്താണ് ഹാ ഇതിലാരാ ടീച്ചർ ശരിക്കും? ഇത് ഇത് സാല ഇത് ഇവിടെ സ്വത്തിനമ്മ വായിൽ തട്ടേ വായിൽ തട്ട നാണ ഒറ്റയ്ക്ക് കഴിച്ചോളാം അല്ലേ? അതല്ലപ്പോ മഹാലക്ഷ്മി ധനലക്ഷ്മി അപ്പൊ ഇവളെ വിളിക്കുക ഇവളൊക്കെ കഴിച്ച് പേരിട്ടതാ എങ്ങനെയാന്ന് അറിയാം. എന്നിട്ട് ധനലക്ഷ്മി വാ മിസ് കൂപ്പിട്. ഓക്കെ സയന്റിഫിക് ലേണിംഗ് പറയില്ല, നല്ലൊരു എക്സാമ്പിൾ ആവുള്ളത്. സയന്റിഫിക് ലേണിംഗ്. ഉറങ്ങി എണീറ്റോ? ഉറങ്ങി എണീറ്റാ? ശരിക്കും ഉറങ്ങിയാ? ഇപ്പൊ ഇതോ 5:15 കഴിഞ്ഞു. 6 മണിയാകുമ്പോഴേക്കും ഇറക്കാം. അമ്മ അതാ കൂവ കൊണ്ട് തന്നിരിക്കുന്നു. ഉറപ്പായിട്ടേ കാറിൽ പോകേണ്ടി വരും ഇയാള്, ഞാനും ബൈക്കിൽ വരേണ്ടി വരും. നോക്കി ഒരുപാട് സഞ്ചി സാധനങ്ങളുണ്ട്. ഇതുകൊണ്ട് എങ്ങനെ പോയാലും ബൈക്കിൽ പോക്ക് നടക്കില്ല. ഇതുപോലെ കുറേ എണ്ണം ഉണ്ട് സൈലൻസർ ഊരി വെച്ചിട്ട് ബാക്കിയുള്ളവരെ വേർപ്പിക്കുന്നവന്മാർ. കുട്ടിയും അമ്മവും കൂടി കാറിൽ പോവും, ഞാൻ ബൈക്കിൽ പോവും. ഒരുപാട് സാധനങ്ങളുണ്ട്. അമ്മ വർക്ക് ചെയ്യുന്ന കോളേജിൽ നിന്ന് ഇവർ കേരളത്തിലേക്ക് ടൂറിന് പോയിരുന്നു. അപ്പോൾ എടുത്ത ഫോട്ടോസാണ്. ഇതാ അമ്മ. ഇപ്പം ഇത് ആൺകുട്ടിയല്ലോ. ഇല്ലേ അച്ഛന് പോക്കറ്റില്ലേ? ഇല്ലേ, അത് പാൻറ്റിന്റെ ഒരു പോക്കറ്റ് മാത്രമേ ഉള്ളേ. അമ്മവും കുട്ടി ഇതാ ഇറങ്ങായി. അവര് കാറിലാണ്, ഞാൻ ബൈക്കിലാണ്. ഊബർ ഡ്രൈവർമാര് അവർക്ക് കേരളത്തിൽ ഊബർ ഓടിക്കാൻ പറ്റില്ല. അവിടെ ബഹളാണത്രേ, കച്ചറാണത്രേ. അവിടെയുള്ള സാധാരണ ഉള്ള ടാക്സി ഡ്രൈവർമാരും ഊബറിന്റെ ആൾക്കാരും തമ്മിൽ ശത്രുത. എങ്ങനെയുണ്ട്? ഊബർ ഇവിടെ ഓടിക്കേണ്ടതാണ്. അതുകൊണ്ട് പല ആൾക്കാരും അവിടെ നിന്ന് കയറിയിട്ട് ഇവിടെ കേരളത്തിൽ നിന്ന് വന്നിട്ട് ചെന്നൈയിൽ വന്നിട്ട് ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പോക്കറ്റില് കുറെ പൈസ ഉണ്ട്. എത്ര മുത്തച്ഛൻ കൊടുക്കുന്നതല്ലേ? മുത്തശ്ശിക്ക് മിഠായി വാങ്ങാൻ കൊടുക്കില്ലേ? പൈസ കൊടുക്കില്ലേന്ന്? മുത്തശ്ശിക്ക് മിഠായി വാങ്ങണ്ടേ? കൊടുക്കോ ചോദിക്കാണേ, തരുവോ ചോദിക്കാണേ. നിങ്ങൾ രണ്ടോട്ട് ആലോചിക്കട്ടെ അല്ലേ പൈസ തരണ വേണ്ടിയോന്ന്. ചൊത്തന ഹാപ്പി ആയോ? നല്ല ഹാപ്പി അല്ലേ? നാളെ സ്കൂളിൽ പോണ്ടേ? അതാണ് ഒരു സങ്കടം. മോന്ത മാറിയത് നോക്കി. അവളുടെ ആകെയുള്ളൊരു സങ്കടം അതാണ്. സ്കൂളിൽ പോണം. ഇനി എന്നാ വെക്കേഷൻ വരിക അല്ലേ വാവേ? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതാ അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബായ്. ചത്തം ബായ് പറ. ബായ്.